ഓക്കെ, എസ് ഡി എ പി ഒയുടെ 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ടോട്ടൽ 1500 വേക്കൻസീസ് ആണ് നമുക്കുള്ളത്. ജൂൺ 18 മുതൽ ജൂലൈ 8 വരെയാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്. നോട്ട് ചെയ്തോണം, 18, അതായത് ജൂൺ 18 മുതൽ ജൂലൈ 8 വരെയാണ്. ഏജ് ലിമിറ്റ് 21 to 30 years ആണ്. ഇതിന്റെ ഏജ് റിലാക്സേഷനും ബാക്കി കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ, അതായത് ഡിഗ്രി പാസ്സായിരിക്കണം. സാലറി വരുന്നത് 80,000, 80,000 മുതൽ 82,000 വരെയാണ് ടോട്ടൽ സാലറി വരുന്നത്. പ്രൊബേഷൻ പീരീഡ് 2 വർഷം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ നോക്കാം. ഓക്കെ, പറഞ്ഞ 18 ജൂൺ മുതൽ ജൂലൈ 8 വരെയാണ്. പ്രിലിംസിന്റെ ഡേറ്റ് വരുന്നത് ഫസ്റ്റ്, അതായത് ഓഗസ്റ്റ് 1-2 ആണ് പ്രിലിംസിന്റെ ഡേറ്റ് വരുന്നത്. അതേപോലെ മെയിൻസിന്റെ ഡേറ്റ് 12th സെപ്റ്റംബർ ആയിരിക്കും. ഓക്കെ, നമുക്ക് വേക്കൻസി ഒന്ന് നോക്കാം. ലാസ്റ്റ് 5 വർഷത്തെ വേക്കൻസി നോക്കിയാൽ 2026 നമുക്ക് 1500 വേക്കൻസി ഉണ്ട്. നോട്ട് ചെയ്യണം, അതായത് 2025-ലും 24-ലും 600-541 വേക്കൻസീസ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ ഈ വർഷം നല്ല വേക്കൻസി ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് പേർക്ക് സെലക്ഷൻ കിട്ടാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. നമുക്ക് കട്ട് ഓഫും കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 2023-ലും 22-ലും ഒക്കെ 2000, 1673 വരെയുള്ള വേക്കൻസീസ് ഉണ്ടായിരുന്നു. നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിഗ്രി പാസ്സായിരിക്കണം. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നോർമലി ഞാൻ 21-30 വയസ്സ് വരെയാണെന്ന് പറഞ്ഞു. ഒ ബി സിക്ക് 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ SC/ST-ക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അങ്ങനെ ബാക്കി ഓരോ കാറ്റഗറിയിൽ റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ജനറൽ കാറ്റഗറിയിൽ 6 അറ്റംപ്റ്റ്സ് ആണ്. അപ്പൊ ഈ അറ്റംപ്റ്റ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് അറിയാമോ? അതായത് അറ്റംപ്റ്റ് ഉദ്ദേശിക്കുന്നതാണ് അപ്പിയറിംഗ് ഇൻ ദ പ്രിലിമിനറി എക്സാം ഈസ് നോട്ട് കൗണ്ടഡ് ആസ് ആൻ അറ്റംപ്റ്റ്. പ്രിലിമിനറിയിൽ, അതായത് പ്രിലിംസ് എഴുതുന്നതല്ല, നമ്മൾ മെയിൻസ് എത്ര പ്രാവശ്യം എഴുതി എന്നുള്ളതാണ് അറ്റംപ്റ്റ്. ഓക്കെ, ജനറൽ 6-ഉം, ജനറൽ തന്നെ EWS PWD സെക്ഷനിൽ 9 ചാൻസും, OBC SC/ST-ക്ക് നോ റെസ്ട്രിക്ഷൻ, അതായത് എത്ര ചാൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫീ ഏതാ? SC/ST-ക്കാർക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ല. ജനറൽ കാറ്റഗറി 750 പ്ലസ് ഒരു ഇന്റിമേഷൻ ചാർജസ് കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, സെലക്ഷൻ പ്രോസസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫേസ് 1, അതായത് പ്രിലിംസ് എക്സാം ഉണ്ട്, ഓൺലൈൻ എക്സാം ആണ്. 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്കിന്റെ എക്സാം ആയിരിക്കും. മെയിൻസ് എക്സാം, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. പ്രിലിംസിന്റെ പാറ്റേൺ നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ടോട്ടൽ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ്, റീസണിങ്, എല്ലാത്തിനും മൊത്തം 1 മണിക്കൂറാണ്. അതായത് ഓരോ സെഷന് 20 മിനിറ്റ്, 1 മണിക്കൂർ. അതില് ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 40 മാർക്കിന്. QA 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്കിന്. റീസണിങ് 30 ക്വസ്റ്റ്യൻ, 30 മാർക്ക്. ടോട്ടല് 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 മാർക്ക്. അതേപോലെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 0.25, 1/4, അതായത് 0.25 മാർക്ക് നെഗറ്റീവ് മാർക്ക് ആയിരിക്കും ആൻസർ തെറ്റുന്ന അനുസരിച്ചുള്ള. മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ പഴയ പോലെ തന്നെയാണ്. ചെറിയൊരു മാറ്റം ഉണ്ട് ഇവിടെ, ഞാൻ പറയാം. ഇതില് റീസണിങ്, ഇംഗ്ലീഷ്, മാത്സ്, ജനറൽ അവയർനെസ് എല്ലാം കൂടെ 3 മണിക്കൂറിന് ടോട്ടൽ 107 ക്വസ്റ്റ്യൻസ്, 200 മാർക്കിനുമാണ്. ഇവിടെ എസ്സേ റൈറ്റിംഗിൽ ഇത് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ്. ഇതിനു മുമ്പ് ടോട്ടൽ ഈ 50 മാർക്കിനുമായിരുന്നു ഇതിനു മുമ്പ്. ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ട്, 30 മാർക്കിനുള്ള ആക്കിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 അറ്റൻഡ് ചെയ്താൽ ടോട്ടൽ ഡിസ്ക്രിപ്റ്റീവ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യണം. ബാക്കിയൊക്കെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ്. നമുക്ക് കട്ട് ഓഫ് ഒന്ന് നോക്കാം. കട്ട് ഓഫ് 2025-ലെ കട്ട് ഓഫ്, ജനറൽ കട്ട് ഓഫ് 66 ആയിരുന്നു. OBC 65, SC/ST-ക്ക് 59, 51 ഒക്കെ ആയിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു 600-ഉം 500-ഉം ഒക്കെ വേക്കൻസി ഉള്ള ടൈമിലാണ്. അപ്പൊ 2026 നമുക്കിപ്പം ഒരു 1500-ഓളം വേക്കൻസി നോക്കാൻ എന്തായാലും കട്ട് ഓഫ് കുറയും. പക്ഷെ കട്ട് ഓഫ് കറക്റ്റ് കണക്ക് കൂട്ടുന്നത് എത്ര പേര് അപ്ലൈ ചെയ്യുന്നൊക്കെ അനുസരിച്ചാണ്. കുറെ പേര് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കട്ട് ഓഫ് കൂടാം. എങ്കിലും ഒരു നോർമൽ കേസ് നോക്കിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് നല്ല രീതിയിൽ കുറയാൻ ചാൻസ് ഉണ്ട്, വേക്കൻസീസ് ഉള്ളതുകൊണ്ട്. ഇപ്പൊ ഒരു 60 റേഞ്ച് ഒക്കെ ചിലപ്പോൾ വരാം, 60-62 റേഞ്ച് ഒക്കെ ജനറലിൽ വരാം. അതിന് 2024-25 ഒക്കെ 61 ആയിരുന്നു. ഇപ്രാവശ്യം ഒരു 60 റേഞ്ചും SC/ST ബാക്കി റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ അതിൽ അനുസരിച്ച് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യാം, നമുക്ക് SBI PO ഒക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഇനി ഈ എക്സാമിന് കുറച്ച് ദിവസമേ ഉള്ളൂ, പെട്ടെന്ന് എങ്ങനെ പഠിക്കാം എന്നുള്ളത്. ഇപ്പൊ നമ്മള് ചാനലിൽ SBI PO മോക്ക് ടെസ്റ്റുകൾ സീരീസ് ആയിട്ട് ഇടുന്നുണ്ടായിരിക്കും. അത് നോക്കി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവും. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അത് കണക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് എൻകാർഡിലും അതിന്റെ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക. അപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റുകളും നോക്കിയിട്ട്
പാറ്റേൺ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ്, അതെങ്ങനെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുക, ഏത് ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അത് നോക്കി നല്ല രീതിയിൽ പഠിക്കാമെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം നല്ല വേക്കൻസികൾ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഓക്കെ ദെൻ ബൈ.